Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഇനിയുള്ള നമ്മുടെ എക്സാമൊക്കെ എല്ലാം നമുക്കറിയാലോ, എക്സാമൊക്കെ എല്ലാം കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും അനലൈസ് ചെയ്യുന്ന രീതി കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായിട്ട് നമ്മൾ പോകുന്നു. സോ ക്ലാസ്സിലേക്ക് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ലോഗോയിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ് എന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ RBIയുടെ ലോഗോ നമുക്കറിയാം, ലോഗോ. ആ ലോഗോയിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? ആൻസർ ഓർമ്മിക്കുക, വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയാണ് അതിൽ കാണപ്പെടുന്ന വൃക്ഷം. അതേസമയം അതിലെ എനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആണ്. മറക്കണ്ട, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ, റൗണ്ടറിന്റെ ലോഗോ നോക്കണം നാണയം പോലെ. ആ ലോഗോയിൽ കാണപ്പെടുന്ന വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയും അതിൽ കാണപ്പെടുന്ന എനിമൽ എന്ന് പറയുന്നത് ടൈഗറുമാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്ന നമുക്ക് നോക്കാം. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ കൽക്കട്ടയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ദാറ്റ് ഈസ് ഫെഡറൽ ബാങ്ക് രൂപം. അതാണ് ഫെഡറൽ ബാങ്ക്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇറ്റ് ഈസ് റീനെയിംഡ് ആസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയുന്നു. ക്ലിയർ ആയിരിക്കലോ? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപം കൊള്ളുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കൽക്കട്ടയിൽ ഫെഡറൽ ബാങ്ക് രൂപം കൊള്ളുന്നു. ആ ഫെഡറൽ ബാങ്കാണ് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എന്തായിട്ട് മാറുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അതിനുശേഷം 1949 ജനുവരി 1 ഈ ബാങ്ക് നാഷണലൈസേഷൻ കൂടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസേഷൻ ചെയ്യുന്ന 1949 ജനുവരി 1 റിസർവ് ബാങ്കിന്റെ അതിന്റെ മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. 5 crores 5 കോടി രൂപയായിരുന്നത് മൂലധനം. ഈ 5 കോടി രൂപ മൂലധനമായിട്ടാണ് റിസർവ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. 49 ജനുവരി 1 അത് നാഷണലൈസേഷൻ ചെയ്യുന്നു. പിന്നെ റിസർവ് ബാങ്ക് ഓർമ്മിക്കുക, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മൾ വേൾഡ് ബാങ്കിൽ ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന ബാങ്കും റിസർവ് ബാങ്കാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നു ആരാണ്? റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. പക്ഷേ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ അത് CD ദേശ്മുഖ് ആയിരുന്നു. മറക്കണ്ട, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആള് CD ദേശ്മുഖും. ദെൻ പ്രസന്റ്ലി ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസുമാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഇത്രയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഓർക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് കൽക്കട്ടയായിരുന്നു സ്ഥാപിക്കുമ്പോൾ, അതിനുശേഷം അത് മുംബൈയിലേക്ക് സ്ഥാപിച്ചു. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് മുംബൈയാണ്. അത് 35 ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ കൽക്കട്ടയായിരുന്നു. പിന്നീട് 37 അത് മുംബൈയിലേക്ക് മാറ്റി. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മറക്കാതെ പഠിക്കുക. 26 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരം രൂപം കൊണ്ടത്. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 35 തന്നെ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതിന്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറ്റുന്നു. 49 ജനുവരി 1 നാഷണലൈസേഷൻ ചെയ്യുന്നു. ഓർത്തുക, ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റുന്നു. കൽക്കത്തയിലായിരുന്നു, പിന്നീട് മുംബൈയിലേക്ക് 37 മുംബൈയിലേക്ക് മാറ്റി. പ്രസന്റ് മുംബൈ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് നടന്നത്. പിന്നെ ആദ്യത്തെ ചെയർമാൻ ഞാൻ പറഞ്ഞു ആരാണ്? ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആള് CD ദേശ്മുഖും പ്രസന്റ്ലി ശക്തികാന്ത ദാസുമാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നു ആരാണ്? റിസർവ് ബാങ്ക് ആണെന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? റിസർവ് ബാങ്കിന്റെ ലോഗോയിൽ കാണപ്പെടുന്ന വൃക്ഷം എണ്ണപ്പന, അതിലെ എനിമൽ ടൈഗർ. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണ്. മോഡേൺ ഇന്ത്യയിൽ നിന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യം, സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1929 ലാഹോർ സമ്മേളനം രവി നദിയുടെ തീരത്തുള്ള ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം നെഹ്റു ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ തവണ കൂടിയാണ് അത് 29. അപ്പൊ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ലാഹോർ സമ്മേളനം. ആ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓർത്തിക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത 2 കാര്യങ്ങൾ ഓർത്തിക്കുക. ഈ ലാഹോർ സമ്മേളനത്തിൽ എടുത്ത 2 പ്രധാനപ്പെട്ട തീരുമാനം. ഒന്ന്,
ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുന്നു വെച്ചാൽ ഇന്ത്യയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് പരിപൂർണമായി സ്വാതന്ത്ര്യം കിട്ടുക, അതിൽ കുറഞ്ഞതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ഇന്ത്യക്ക് പരിപൂർണമായും സ്വാതന്ത്ര്യം കിട്ടുക, അതിൽ കുറഞ്ഞതൊന്നും ഇന്ത്യയുടെ ലക്ഷ്യമല്ല എന്നുള്ളതാണ് പൂർണ്ണ സ്വരാജ്. അതാണ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ഇത് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ. രണ്ടാമത്തെ തീരുമാനം എന്നത് അടുത്ത വർഷം മുതൽ എല്ലാ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം. അടുത്ത വർഷം മുതൽ എല്ലാ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം എന്നുള്ള തീരുമാനം വരുന്നു. അങ്ങനെയാണ് 1930 മുതൽ 29 സമ്മേളനം കഴിഞ്ഞ് 30 മുതൽ എല്ലാ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുകയും പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന 49 നവംബർ 26 എഴുതി കഴിഞ്ഞ് അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഡേറ്റ് ജനുവരി 26 മാറുന്നതും അതുകൊണ്ടാണ്. ക്ലിയർ ആയില്ല? അപ്പൊ ഈ രണ്ട് തീരുമാനങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ലാഹോർ പ്രമേയത്തിൽ ഉണ്ടാകുന്നത്. ക്ലിയർ ആയിരിക്കലോ? അപ്പൊ ഇതാണ് ലാഹോർ പ്രമേയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC സമ്മേളനം ഓർത്തിക്ക് 29 നെഹ്റു ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആകുന്നു. അന്നാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതും അന്നാണ് ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്നുള്ള തീരുമാനം വരുന്നതും ഈ ഒരു സമ്മേളനത്തിലാണ്. ക്ലിയർ ആയിരിക്കലോ? ഫൈൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ മൂന്നാമത്തെ ചോദ്യം ഓർത്തിക്കുക. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെ ഉപദേശക അധികാരം എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തുള്ളത്? അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. കടമെടുത്ത ആശയങ്ങൾ ആ ഭാഗത്താണ് വരുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം, സുപ്രീം കോടതിക്ക് ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. ഈ സുപ്രീം കോടതി ഉപദേശക അധികാരം എന്ന ആശയം അത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തുള്ളത്? ഓർത്തിക്കുക, സുപ്രീം കോടതിക്ക് ഒരുപാട് അധികാരങ്ങൾ. ഇന്ത്യയിൽ സുപ്രീം കോടതി രൂപം നമുക്ക് 1950 ജനുവരി 28 സുപ്രീം കോടതി രൂപം കൊണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതിന് മുന്നേ 773 വാറൻ ഹേസ്റ്റീസിന്റെ കാലഘട്ടത്തിൽ ഫെഡറൽ കോർട്ട് 35 രൂപം കൊണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ സുപ്രീം കോടതി 1950 ജനുവരി 28 രൂപം കൊണ്ട്. ജനുവരി 28 രൂപം കൊണ്ട്. അന്ന് 7 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. നമുക്കറിയാം 33+1 ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് ഒരുപാട് അധികാരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, ഒറിജിനൽ അധികാരങ്ങൾ. പിന്നെ അപ്പീൽ അധികാരം, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഉപദേശക അധികാരം എന്ന് പറയുന്നത്. റിട്ട് ജൂറിസ്ഡിക്ഷൻ, റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ റിവ്യൂ ജൂറിസ്ഡിക്ഷൻ, റിവ്യൂ ചെയ്യാനുള്ള അധികാരം, പുനരവലോകനം ചെയ്യാനുള്ള അധികാരം. അതോടൊപ്പം തന്നെ ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഗാർഡിയനാണ്. ആൻഡ് കോർട്ട് ഓഫ് റെക്കോർഡ്സ്, കോടതി, സുപ്രീം കോടതി രേഖകളുടെ ഒരു കോടതിയാണ്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ അധികാരമാണ്. അതിൽ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, സുപ്രീം കോടതിക്ക് ഉപദേശിക്കാനുള്ള അധികാരം നമ്മുടെ രാഷ്ട്രപതി ഒഴികെ, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി ഒഴികെ ബാക്കി എല്ലാവരെയും ഉപദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക്. എക്സെപ്റ്റ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ പേഴ്സൺ, എല്ലാ വ്യക്തികളെയും എല്ലാ സ്ഥാപനങ്ങളെയും രാഷ്ട്രപതി ഒഴികെ മറ്റെല്ലാവരെയും ഉപദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. രാഷ്ട്രപതിയും ഉപദേശിക്കാം when he needs, രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഈ വധശിക്ഷ റദ്ദാക്കുക പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി ആവശ്യപ്പെടുമെങ്കിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കാം. അതല്ലെങ്കിൽ രാഷ്ട്രപതി ഉപദേശിക്കാൻ പാടില്ല. അപ്പൊ രാഷ്ട്രപതി ഒഴികെ ബാക്കി ഇന്ത്യയിൽ എല്ലാവരെയും ഉപദേശിക്കുക, ഏത് വ്യക്തികളെയും ഏത് സ്ഥാപനങ്ങളെയും ഉപദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഈ ഒരു അധികാരത്തെ നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആശയം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു ആശയം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. നമുക്കറിയാം കാനഡയിൽ നിന്ന് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാരെ നിയമിക്കുക, സുപ്രീം കോടതി ഉപദേശാധികാരം, അവശിഷ്ട അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് അധികാരം തുടങ്ങിയ ആശയങ്ങളെല്ലാം നമ്മൾ കടമെടുത്തത് എവിടുന്നാണ്? കാനഡയിൽ നിന്നാണ്. തുടങ്ങിയ ആശയങ്ങളെല്ലാം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അപ്പൊ അതിലൊന്നുകൂടി തന്നെയാണ് ഏത് സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ 3 ചോദ്യങ്ങളാണ്. ഒന്ന് എക്കണോമിക്സ് എന്നുള്ള ചോദ്യം കിട്ടി നമുക്ക്. RBIയുടെ ലോഗിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? അപ്പൊ RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ പൂർണ്ണ സ്വരാജ്, 29 പൂർണ്ണ സ്വരാജ്. മൂന്നാമത്തെ നമ്മൾ ഈ പറഞ്ഞ സുപ്രീം കോടതിയിലെ അധികാരങ്ങൾ, ഉപദേശക അധികാരമുണ്ട്, അപ്പലേറ്റ് അധികാരമുണ്ട്, ഒറിജിനൽ അധികാരമുണ്ട്, റിട്ട് അധികാരമുണ്ട്, റിവ്യൂ അധികാരമുണ്ട്. അതോടൊപ്പം ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ സംരക്ഷകനാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞ കോർട്ട് ഓഫ് റെക്കോർഡ്, കോടതികളുടെ രേഖകളുടെ ഒരു കോടതിയാണ് നമ്മുടെ സുപ്രീം കോടതി. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. അപ്പൊ സുപ്രീം കോടതിക്ക് ഇന്ത്യയിൽ ആരെയും ഉപദേശിക്കാനുള്ള അധികാരം, ഈ അധികാരം കാനഡയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ 3 ടോപ്പിക്കുകൾ നമ്മൾ പ്രധാനപ്പെട്ട പഠിക്കും. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അപ്പൊ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരം മാത്രം പഠിച്ചാൽ നമുക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉത്തരം അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം എല്ലാ ആഴ്ചകളും നമ്മൾ ഒരു ക്ലാസ്, നമ്മൾ ഇനി തിങ്കൾ ബുധൻ വെള്ളി 3 ക്ലാസ്സുകളാണ് നമ്മൾ ക്ലാസ്സുകൾ. ഒരു ക്ലാസ് നമ്മൾ തീർച്ചയായിട്ടും ഇനി എല്ലാ ആഴ്ചകളും നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അനലൈസിലായിരിക്കും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അങ്ങനെ എണിച്ചത് അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയോ ചെയ്യുക. സോ
ഓൾ ഓഫ് യു എല്ലാവർക്കും നമുക്ക് നല്ല ആശംസകൾ തരുന്നു. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.